കൊടും ചൂടിൽ വെന്തുരുകുകയാണ് നാട്. പാലക്കാട്ടാണ് ഏറ്റവും കൂടുതൽ താപനില രേഖപ്പെടുത്തിയത്. മൂന്നാറിലെ സ്ഥിതി അപകടകരമാണെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചു. ഇടുക്കി, കോഴിക്കോട്, കൊല്ലം ജില്ലകളിൽ ഇന്ന് തൊഴിലാളികൾക്ക് സൂര്യാതപമേറ്റു. മൃഗങ്ങളെയും ചൂട് സാരമായി തന്നെ ബാധിക്കുന്നുണ്ട്. കൊടും ചൂടിൽ ഇടുക്കി ജില്ലയിൽ 2 പേർക്ക് സൂര്യാതപമേറ്റു. മുട്ടം സ്വദേശിയായ കളപ്പുരയ്ക്കൽ നാരായണനും പെരുമറ്റം സ്വദേശിയായ ആശയ്ക്കുമാണ് പൊള്ളലേറ്റത്. മൂന്നാറിലെ സ്ഥിതി അപകടകരമാണെന്ന് ജില്ലാ ഭരണകൂടം മുന്നറിയിപ്പ് നൽകി. അതീവ ജാഗ്രത പാലിക്കണം. UV റേഡിയേഷൻ അപകടകരമാണ്. കാരണം വെച്ചാൽ ഈ ഒരു UV ഇൻഡെക്സ് 8 എന്ന് പറയുമ്പോൾ ഒരു എക്സ്ട്രീം സിറ്റുവേഷൻ എന്നാണ് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ അത് കുറച്ചുകൂടെ കരുതുക. അപകടം എന്ന് പറഞ്ഞാൽ അത് നമ്മൾ വെളിയിലോട്ട് ഇറങ്ങുമ്പോൾ, വെയിലത്തോട്ട് ഇറങ്ങുമ്പോൾ പരമാവധി കവർ ചെയ്യാന്നുള്ളതാണ് അതിന്റെ ഒരു പരിഹാരം. താമരശ്ശേരി പരപ്പൻപോയിൽ സ്വദേശി സുജീഷിനെ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചായ കുടിക്കാൻ 10-15 മിനിറ്റ് പുറത്ത് പോയിരുന്നു. അല്ലാതെ തന്നെ ഫർണിച്ചറിന്റെ അകത്ത് നിന്ന് ഞാൻ പണി. അങ്ങനെയാണ് വൈകുന്നേരത്ത് ചോപ്പ് കാണുന്നത് കൈമില്. പിന്നെ രാത്രി കുറച്ച് കഴിഞ്ഞാൽ കുമ്പള വന്ന് ആശുപത്രിയിൽ വന്ന് പരിശോധനയൊക്കെ കഴിഞ്ഞിരുന്നു. എന്തെങ്കിലും അസ്വസ്ഥത ഉണ്ടെങ്കിൽ വരാൻ പറഞ്ഞു. മലപ്പുറം താനൂരിൽ കയ്യിൽ പൊള്ളലേറ്റ യുവാവ് കുന്നുംപുറം ഹെൽത്ത് സെന്ററിൽ ചികിത്സ നേടി. കൊടുവള്ളിയിൽ ബൈക്കിൽ സഞ്ചരിക്കുന്നതിനിടെ പോർങ്ങോട്ടൂർ സ്വദേശി അമൽഷാജിന് പൊള്ളലേറ്റു. കോട്ടയം വെച്ചൂരിൽ കടുത്ത ചൂടിനെ തുടർന്ന് കറവപ്പശു ചത്തു. കനത്ത ചൂട് കാരണം കണ്ണൂർ പയ്യാമ്പലത്ത് മൃതദേഹം സംസ്കരിക്കുന്നതിൽ നിയന്ത്രണം ഏർപ്പെടുത്തി. രാവിലെ 9 മണി മുതൽ 11 വരെയും ഉച്ചയ്ക്ക് ശേഷം 2 മുതൽ 4 വരെയും മാത്രമേ സംസ്കരിക്കൂ എന്ന് കോർപ്പറേഷൻ അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്.